നമ്മുടെ സെയിം പേരിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അനാലിസിസിൻ്റെ ഒരു അപ്ഡേറ്റാണ് ഇത്. ഇപ്പം നമ്മുടെ ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ആയപ്പം അതിന് വോളിയം ഉണ്ട്. കഴിഞ്ഞ ഏഷ്യൻ സെക്ഷനെല്ലാം ട്രൈ ചെയ്തായിരുന്നു ഇത് ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ ഇപ്പോഴും ഇത് ട്രൈ ചെയ്യാം. ഇത് ലണ്ടൻ സെക്ഷനിൽ വോളി ഉള്ളതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഡിഫിക്കൽട്ടാണ് കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇത് ബ്രേക്ക് ചെയ്തില്ല. പക്ഷേ ഇപ്രാവശ്യം ലണ്ടൻ ആയതുകൊണ്ടും വോളി ഉള്ളതുകൊണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്യാൻ. പക്ഷേ നമുക്ക് ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഹോപ്പ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പോസിബിളായിട്ടുള്ള ട്രേഡ് ഏതായിരുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ട്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ട്രേഡ് ക്ലോസ് ചെയ്യുക എന്നാണ് നമ്മുടെ പോസിബിൾ ട്രേഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിലിറ്റി ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഹോപ്പ് ട്രേഡാകും. ഇത് വോളിയം വരും എന്ന് പ്രതീക്ഷിച്ച് ഒരു ഹോപ്പ് ചെയ്തുകൊണ്ടുള്ള ട്രേഡാകും ഇവിടെ നമ്മൾ വരുന്നത്. കാരണം അത് പോസിബിലിറ്റി കുറവാണ്, പ്രോബിലിറ്റി ഉണ്ട് പക്ഷേ പോസിബിലിറ്റി കുറവാണ്. ഇത് വോളിയം വരും, അതുകൊണ്ട് ഇവിടെ മേളിൽ ചെന്ന് ഇത് ബ്രേക്ക് ചെയ്യുമെന്നുള്ള ഹോപ്പിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷേ മാക്സിമം പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 10 പിപ്പ് അല്ലെങ്കിൽ 7 പിപ്പിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യുക എന്നാണ് റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് നോക്കാം ഇത് ബ്രേക്ക് ചെയ്യുമെന്ന്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനാലിസിസ് മാറും. കാരണം ഇത് വീണ്ടും ഹൈ ടൈം ഫ്രെയിമിലേക്ക് പോകും, ഉള്ള അനാലിസിസിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 15 minutes ആണ്. ഇപ്പോൾ ഇതിൻ്റെ 4 hourൽ നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ കാണുന്നത്. അതായത് ഇത് പോയിട്ട് ഇത് ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് ആ ബ്രേക്ക് ചെയ്ത സ്ട്രക്ചർ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പ്രൈസ് എത്തി നിൽക്കുന്നത് ആ ഒരു റേഞ്ചിലാണ്. സോ ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, അതായത് ഈ ലോവർ ടൈം ഫ്രെയിമിൽ ഇനി അത് ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി പ്രൈസ് അത് മീറ്റ് ചെയ്യണം, അതായത് ഇത് ട്രേഡ് നടക്കണം. ഇപ്പം നടക്കുന്ന പ്രൈസ് ഫ്ലക്ച്വേഷനാണ്, മനസ്സിലായോ? ഇത് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നോക്കണം.